ഇപ്പം എന്നും കണി കണ്ടുണരുന്നത് മഴയാണ് കേട്ടോ. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കൊച്ചിനിന്ന് മദ്രസയിൽ പരീക്ഷ തുടങ്ങുന്ന ദിവസമായിരുന്നു. കൊച്ചിനെ പള്ളിയിലോട്ടാക്കിയിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. വന്ന് നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ചൂട് വെള്ളം കൊണ്ടിട്ടാണ് കേട്ടോ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതേ ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് അതങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഉള്ളിക്കറി കുക്കറിൽ വെച്ചെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ രാവിലത്തെ കാപ്പിയൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള അംഗമാണ് ഈ കാണുന്നത്. കുറച്ച് കായൊക്കെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചക്കലത്തേക്ക് ഒരു ചെറിയൊരു പൊതിച്ചോറ് കെട്ടണം എന്നൊക്കെയാണ് പ്ലാന്. അങ്ങനെ കായ ആദ്യം ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഗ്യാസ് തീർന്നിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടി അതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വാരി വെച്ചിട്ടുള്ള കായൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കായത്തോരൻ റെഡിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള ഒരു ചമ്മന്തി ആട്ടോ അരച്ചത്. കുറച്ച് കാന്താരി മുളകും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി അരച്ച് മീനും പൊരിച്ച് ഒരു മുട്ടയും കൂടെ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി ഒരു പൊതിച്ചോറുണ്ടാക്കി കേട്ടോ.